യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും ഉള്ളത് എന്ന് ദൈവവചനത്തിൽ വായിക്കുന്നത് പോലെ ഈ രാവിലെ സമയത്ത് കർത്താവിൻ്റെ ദയയ്ക്കായി നമുക്കെല്ലാവർക്കും സ്തോത്രം ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം അറിയിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിവാഹമോചന കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ് എന്നാണ് ചില റിപ്പോർട്ടുകളിൽ വായിച്ചിട്ടുള്ളത്. ഇത് വിവാഹം കഴിച്ചവർക്കും കഴിക്കുവാൻ പോകുന്നവർക്കും ഉള്ള ഒരു മുന്നറിയിപ്പാണ്. എന്തുകൊണ്ട് ചീട്ടുകൊട്ടാരം പോലെ കുടുംബങ്ങൾ തകരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നാം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുകയായിരുന്നു. വിവാഹം കഴിച്ചവർക്കും കഴിക്കുവാൻ പോകുന്നവർക്കും ഈ വചനങ്ങൾ തീർച്ചയായും ഒരു വഴികാട്ടി ആയിരിക്കും എന്നുള്ളതിന് സംശയമില്ല. കുടിലിലാണെങ്കിലും കൊട്ടാരത്തിലാണെങ്കിലും ദാരിദ്ര്യത്തിൻ്റെ അനുഭവത്തിലാണെങ്കിലും സമൃദ്ധിയുടെ ഇടങ്ങളിലാണെങ്കിലും എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് സ്വന്തം വീടാണ്. ജോലി കഴിഞ്ഞ് തളർന്ന് ക്ഷീണിച്ച് എല്ലാവരും ഓടിയെത്തുവാൻ ആഗ്രഹിക്കുന്ന ഇടം അവനവൻ്റെ കുടുംബമാണ്. അത് വലുതാകാം, ചെറുതാകാം. അത് സമ്പത്തുള്ള ഇടമാകാം, സാധാരണ ജീവിത രീതികളിൽ ജീവിക്കുന്നവരാകാം. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്ന ഇടമെന്നാണ് കുടുംബത്തിൻ്റെ നിർവചനം തന്നെ. എല്ലാം മറന്ന്, അധ്വാനത്തിൻ്റെ ക്ഷീണമെല്ലാം മറന്ന് ഭവനത്തിലേക്ക് ഓടിയെത്തുവാൻ മനസ്സ് കൊതിക്കുന്നത് അവിടെ ചെന്നാൽ ആശ്വാസം കിട്ടും, വിശ്രമം കിട്ടും, കരുതലുണ്ടാവും എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ്. ഈ ബോധ്യമില്ലാത്ത പലർക്കും അവനവൻ്റെ കുടുംബങ്ങളിലേക്ക് പോകുവാൻ പലപ്പോഴും മടിയുണ്ട്. അതിൻ്റെ കാരണവും അതുതന്നെയാണ്. കുടുംബത്തിൽ അസമാധാനവും കലക്കവും, തമ്മിൽ തല്ലും, വെല്ലുവിളിയും, മിണ്ടാനും പറയാനും ആരുമില്ലാത്ത ഒരവസ്ഥയുമാണെങ്കിൽ ആർക്കും ആ കുടുംബത്തിലേക്ക് ഓടിച്ചെല്ലുവാൻ ആഗ്രഹമുണ്ടാവുകയില്ല. എന്നാൽ സ്വന്തം കുടുംബം അവിടെ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം മുഴങ്ങുന്ന ഇടമാണെങ്കിൽ, ദൈവഭയമുള്ള ഇടമാണെങ്കിൽ, കരുതലിൻ്റെയും പരിപാലനത്തിൻ്റെയും ഇടമാണെങ്കിൽ അവിടേക്ക് ചെല്ലുവാൻ ശരീരവും മനസ്സും ഒരുപോലെ വെമ്പൽ കൊള്ളും എന്നുള്ളതിന് സംശയമില്ല. ലോകപ്രസിദ്ധനായ ഒരു മനുഷ്യനായിരുന്നു ഇംഗർസോൾ എന്ന് പറയുന്ന നിരീശ്വരവാദി. അദ്ദേഹം ദൈവമില്ലാത്തവനായിരുന്നു, ദൈവത്തിൽ ഒട്ടുമേ വിശ്വാസമില്ലായിരുന്നു. സംസ്കാരസമ്പന്നനായിരുന്ന ആ മനുഷ്യസ്നേഹി ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: സ്വർഗമുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് നിശ്ചയമില്ല, എന്നാൽ എൻ്റെ സ്വർഗം എന്ന് പറയുന്നത് എൻ്റെ ഭവനമാണ്. ജോലിത്തിരക്കെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും ഒപ്പമിരുന്ന് സന്തോഷിക്കുന്ന ഇടമാണ് എൻ്റെ സ്വർഗം. അദ്ദേഹത്തിന് ദൈവത്തിൽ വിശ്വാസമില്ലാത്ത നിരീശ്വരവാദിയായിരുന്നു. ലോകപ്രസിദ്ധനായ റഷ്യൻ നോവലിസ്റ്റ് ടർഗനീവ് ഇപ്രകാരം പറഞ്ഞതായി വായിച്ചിട്ടുണ്ട്: ഞാൻ എൻ്റെ വീട്ടിൽ മടങ്ങിയെത്തിയോ, ഭക്ഷണം കഴിച്ചോ എന്ന് എന്നോട് സ്നേഹത്തോടെ ചോദിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പുസ്തകങ്ങളും ഞാൻ എഴുതിയ സകല ഗ്രന്ഥങ്ങളും, എനിക്ക് എഴുതുവാൻ കിട്ടിയ എല്ലാ കഴിവുകളും ഞാൻ അവൾക്ക് കൊടുക്കുമായിരുന്നു. അദ്ദേഹം പ്രതീക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രസ്താവനകളിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവരും കുടുംബത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സ്നേഹമാണ്, കരുതലാണ്, പരിപാലനമാണ്, ഞങ്ങളൊപ്പമുണ്ട് എന്ന് പറയുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. എന്നാൽ ഇന്ന് അതാണോ അവസ്ഥ? ഭവനങ്ങളിലേക്ക് പോകുവാൻ ആർക്കും താല്പര്യമില്ലാതെ വന്നിരിക്കുന്നു. ഈ അവസ്ഥ ക്രൈസ്തവ കുടുംബങ്ങളെപ്പോലും സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളത് എത്രയോ പ്രയാസം നിറഞ്ഞ ഒരു സംഗതിയാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥതയിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം, അന്ന് എത്രയോ ആളുകളായിരുന്നു ഒരു കുടുംബത്തിൽ താമസിച്ചിരുന്നത്. കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും കൗമാരക്കാരും പ്രായമുള്ളവരും ഒരുപാട് ആളുകൾ, ആ ഭവനത്തിൽ വേലക്കാരും ഒക്കെ ഉണ്ടാവും. പക്ഷേ തികച്ചും
സമാധാനം നിറഞ്ഞ ഇടങ്ങളായിരുന്നു കൂട്ടുകുടുംബങ്ങളിൽ പലയിടങ്ങളിലും. എല്ലാവർക്കും നിയന്ത്രണങ്ങളുണ്ടെങ്കിൽ പോലും, പല പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും തികഞ്ഞ സുരക്ഷിതത്വ ബോധവും സ്നേഹവും കരുതലും ഒക്കെ അവിടെ എല്ലാവരും അനുഭവിച്ചിരുന്നു. എന്നാൽ കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് മനുഷ്യൻ മാറിയപ്പോൾ തുരുത്തുകൾ പോലെയായിട്ട് മാറി. വീടും അതിനു ചുറ്റും മതിലും, ഞാനും എൻ്റെ വീട്ടുകാരും മാത്രം, സ്വാർത്ഥത നിറഞ്ഞ തുരുത്തുകളായിട്ട് പല ഭവനങ്ങളും മാറിക്കഴിഞ്ഞു. പ്രിയപ്പെട്ടവർ, ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് കുടുംബജീവിതം എങ്ങനെ ധന്യമാക്കി തീർക്കാം എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ കർത്താവായ യേശു നമ്മുടെ നാഥനും കർത്താവുമായിരിക്കുന്നുവെങ്കിൽ മുപ്പിരിച്ചരയുടെ വേഗത്തിൽ അറ്റുപോവുകയില്ല എന്ന് ദൈവവചനത്തിൽ വായിക്കുന്നത് കൊണ്ട് ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തെ ഭയപ്പെട്ട് ദൈവകൽപ്പനയെ പ്രമാണിക്കുന്ന അപ്പനും ഭക്തിയോടെ ജീവിക്കുന്ന അമ്മയും ദൈവഭയത്തിലും അനുസരണത്തിലും വളർത്തപ്പെടുന്ന മക്കളും, ആ കുടുംബത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. യഹോവാഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ദൈവത്തിൻ്റെ കരത്താൽ ആ ഭവനം പണിയപ്പെടും എന്നുള്ളത് ദൈവം നമുക്ക് തരുന്ന ഉറപ്പാണ്. അങ്ങനെ ഒരു കുടുംബത്തിൽ വളരുവാൻ, ജീവിക്കുവാൻ, അങ്ങനെ ഒരു കുടുംബം നമുക്കുണ്ടാകുവാൻ നമുക്ക് ഏവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ വചനത്തിനായി സ്തോത്രം. ദൈവവചനമനുസരിച്ച് ജീവിപ്പാനുള്ള കൃപ ഏവർക്കും നൽകണമേ. തകർന്ന കുടുംബങ്ങളെ അവിടുന്ന് പണിയണമേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.